അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ CITU നടത്തിയ സമരത്തിനെതിരെ വിമർശനവുമായി UDF ഭരണസമിതി രംഗത്ത്. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണസമിതി ആരോപിച്ചു. പഞ്ചായത്ത് നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിരളി പൂണ്ടവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. നാടിനായി വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CITU പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് സമരത്തിനെതിരെ വിമർശനവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പി കുര്യാക്കോസ് പറഞ്ഞു. അടിമാലി ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ടെന്നിരിക്കെ ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും UDF ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോപിക്കുന്നു. ഈ സമരം പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അടിമാലി ബസ് സ്റ്റാൻഡിൽ കുഴികളാണ് എന്നാണ് അവകാശപ്പെട്ട സമരം നടത്തുന്നത്. ഇത് 2 ലക്ഷം രൂപ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഈ മഴ മാറിയാൽ, ഈ മഴയുള്ളതുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ആ മഴ മാറിയാൽ ഉടനെ തന്നെ അതിൻ്റെ നടപടികളായി മുമ്പോട്ട് പോകും. താൽക്കാലികമായ കുഴികളെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട്. CPM സംബന്ധിച്ച് UDF ഭരണം ഒരു വലിയ സംഭവമായി മാറി എന്ന് തോന്നിയപ്പോൾ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPM ആളുകൾക്ക് ഇത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായി അവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം മാത്രമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അടിമാലി ടൗണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക, അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു CITUവിന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.